തുടർ പരാജയങ്ങൾക്കും ഇടവേളയ്ക്കും ശേഷമുള്ള തന്റെ തിരിച്ചുവരവിനായി മിഥുൻ മാനുവല് തോമസിന്റെ കൈപിടിക്കുകയായിരുന്നു ജയറാം. എന്നാൽ സംവിധായകൻ മിഥുൻ മാനുവൽ തന്റെ മുൻ ചിത്രങ്ങളിലെ പാറ്റേണുകൾ തുടരുന്നതിനാൽ ചിത്രം പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് വേണം പറയാൻ. തൃശൂർ ACPയാണ് ഓസ്ലർ. ഭൂതകാലത്തിലെ ഒരു ദുരന്തത്തിന്റെ ട്രോമയും പേറിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അത് അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയും ഹാലൂസിനേഷനിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയിരിക്കെ നഗരത്തിലെ വലിയൊരു ആശുപത്രിയിൽ വെച്ചൊരു കൊലപാതകം നടക്കുന്നു. പിന്നാലെ തുടർ കൊലപാതകങ്ങളും അരങ്ങേറുന്നു. കേസ് ഓസ്ലറിലേക്ക് എത്തുന്നു. ഓസ്ലറും അയാളുടെ ടീമും കൊലപാതകയിലേക്ക് എത്താൻ നടത്തുന്ന അന്വേഷണമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ജയറാം തന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് ഓസ്ലറിൽ കാഴ്ചവെക്കുന്നത്. തന്റെ സ്ഥിരം മാനറിസങ്ങളോ ശരീരഭാഷയോ ഒന്നുമില്ലാതെ തന്നെ ഓസ്ലറിനെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ചിത്രത്തിനും ഫ്രഷ് ഫീൽ നൽകുന്നുമുണ്ട്. എന്നാൽ സിനിമയുടെ കഥയും തിരക്കഥയും പ്രവചനീയമാണെന്ന് മിക്ക പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു. കൊലപാതകിയുടെ മോഡസ് ഓപ്പറാണ്ടിനും അപ്പുറത്തേക്ക് സിനിമയ്ക്ക് ഒന്നും നൽകാൻ കഴിയുന്നില്ല. കൂടാതെ മിഥുൻ മാനുവൽ തന്റെ മുൻ ചിത്രങ്ങളിലെ പാറ്റേണുകൾ തുടരുന്നതിനാൽ സിനിമയ്ക്ക് ഒന്നും പുതുമയില്ല. ജനറിക് ആയ ഫ്ലാഷ്ബാക്കുകളും സ്പൂണ് ഫീഡിംഗും സിനിമയെ ബാധിക്കും വിധം മോശമായി തോന്നുന്നു. ഓസ്ലറുടെ USPകളിൽ ഒന്ന് ജയറാമിന്റെ തിരിച്ചുവരവാണെങ്കിൽ മറ്റേത് മമ്മൂട്ടിയുടെ കാമിയോ ആണ്. റിലീസിന് തൊട്ട് മുമ്പ് വരെ ഒളിപ്പിച്ചുവെച്ച ആ രഹസ്യം പൊട്ടിക്കുമ്പോൾ തിയേറ്ററിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാക്കാൻ മിഥുൻ മാനുവലിന് സാധിച്ചിട്ടുണ്ട്. തേനി ഈശ്വറിന്റെ ഫ്രെയിമും മിഥുൻ മുകുന്ദന്റെ സംഗീതവും ഈ രംഗത്തെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടിയെ പോലൊരു താരം ആ കഥാപാത്രത്തിന്റെ സാധ്യതകളെ ലിമിറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷെ മറ്റൊരു താരമായിരുന്നുവെങ്കിൽ ഒരു നിമിഷത്തെ ആവേശത്തിന് അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓസ്ലർ ഒരു മികച്ച സിനിമയല്ലെങ്കിലും ജയറാമിന്റെ തിരിച്ചുവരവിന് ഒരു നല്ല തുടക്കമാണ്. എന്നാൽ സംവിധായകൻ മിഥുൻ മാനുവൽ തന്റെ എഴുത്തിലും സംവിധാനത്തിലും പുതിയ പാതകൾ തേടേണ്ടിയിരിക്കുന്നു.